ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ 4G വണ്ടി ജന സർവീസായിട്ട് കയറ്റിയതാണ്. ജന സർവീസ് അതേപോലെ തന്നെ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഓഫായി പോയ കേസാണ്. അതേപോലെ സെൽഫ് എടുക്കുന്നില്ല, അങ്ങനെ കുറച്ച് കംപ്ലയിൻറ്റുകളുണ്ട്. ഇപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡർ മാക്സിമം ഉപയോഗിച്ച് തീർന്നതാണ്. പരമാവധിയും അതിൻ്റെ അഡ്ജസ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ലൈൻഡർ മാറ്റി റീസെറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ നല്ല ടൈറ്റാണ്. ഇതാണ് നമ്മൾ ഒരുപാട് ബലം പിടിച്ച് തിരിച്ചാലാണ് തിരിയുള്ളൂ. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യണം. ഗിയറിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്തിടാണ്ട്. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ നോക്കണം. എയർ ഫിൽറ്ററൊക്കെ ഫുള്ള് ബ്ലോക്കാണ്. അത്യാവശ്യം പൂപ്പലൊക്കെ പിടിച്ച് എനിക്കൊരു വണ്ടി ഉപയോഗിക്കാതിരുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക് വണ്ടിക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ എയർ ഫിൽറ്റർ എന്തെങ്കിലും മാറണം. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അതിൻ്റെ കാർബറേറ്റർ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാർബറേറ്ററിനകത്തും അത്യാവശ്യം ഫംഗസ് പോലെ വന്നിട്ടുണ്ട്. അത് ഈ സ്ലോജറ്റൊക്കെ ബ്ലോക്കായി പോയേക്കുന്നുണ്ടോ, ഒരു പൂപ്പൽ പിടിച്ചാണ് അതുപോലെയാണ്. അപ്പോൾ അത് സ്ലോജറ്റ് മാറ്റിയിടാം. കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കയറ്റാം. എയർ ഫിൽറ്റർ മാറ്റാം. എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. സെക്കൻഡറി ഫിൽറ്റർ ഫോം ടൈപ്പ് ഫിൽറ്റർ വന്നാൽ അത് മൊത്തം പൊടിഞ്ഞു പോയി. അപ്പോൾ അതും നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു നോക്കുന്നുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചു നോക്കുമ്പോൾ ബെൽറ്റിൻ്റെ കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല. ഹോണ്ടയുടെ ബെൽറ്റാണ് കിടക്കുന്നത്, കമ്പനി ബെൽറ്റാണ്. വേറെ കംപ്ലൈൻറ്റോ പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ആയാലും നിലവിൽ ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, തേമാന കാര്യങ്ങളൊന്നുമില്ല. റോളറായാലും നമ്മൾ നോക്കുമ്പോൾ നോർമൽ സാധാരണ നമ്മളെ ഉപയോഗം കണക്കാക്കി നോക്കുമ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള തേമാനങ്ങളൊക്കെ ഉള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ ബാക്കിലത്തെ ക്ലച്ചിൻ്റെ പുള്ളി വീല് നമ്മളൊന്ന് അഴിച്ചിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ ഓരോ 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ തന്നെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് അതിൻ്റെ ഈ ഓയിൽ സീലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഫംഗ്ഷൻ പക്കായിട്ട് വർക്ക് ചെയ്തു പോകും. കാരണം അത് കംപ്ലയിൻറ്റ് വന്നിട്ടല്ല, നമ്മളത് ക്ലിയറായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ കംപ്ലയിൻറ്റ് വരില്ല സംഭവം. എത്ര വർഷം ഓടിച്ചാലും നമുക്കത് യാതൊരു കംപ്ലയിൻറ്റും വരില്ല. ഈ സാധനമൊക്കെ കൃത്യമായിട്ട് നമ്മൾ സർവീസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം കേട്ടോ. പിന്നെ അതിൻ്റെ ക്ലച്ച് ഷൂ എന്ന ഭാഗമാണ്, അതായത് ക്ലച്ച് ഔട്ടർ യൂണിറ്റാണ് ക്ലച്ച് ഷൂ എന്ന് പിടിക്കുന്നത്. അതായത് നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. വെയിറ്റ് സെറ്റ് ക്ലച്ച് ഷൂ എന്ന് പറയും. അത് നിലവിൽ അതിൻ്റെ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. നമുക്ക് ആ പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് വർക്കിംഗ് ഒന്ന് സ്മൂത്താക്കി ഇടാം. കാരണം ഇങ്ങനെ വണ്ടി ഉപയോഗിക്കാത്ത ഒരു ഫീലാണ് നമുക്ക് കിട്ടിയത് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ നമുക്കതൊക്കെ ഈ ഭാഗങ്ങളൊക്കെ നല്ല ടൈറ്റിലാണ് നമ്മളിപ്പോൾ അയച്ചെടുത്തത്. അല്ല, കാരണം വളരെ ഫ്രീ ആയിട്ട് കിടന്ന് വർക്ക് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്യുക. പിന്നെ കിക്കറിൻ്റെ വീലൊക്കെ ആയാലും ഫുൾ ഡ്രൈ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഗ്രീസ് ഇട്ട് റീസെറ്റ് ചെയ്യുക. പിന്നെ ഇതിനകത്തായാലും ക്ലച്ചിൻ്റെ ഭാഗം നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നീറ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ എൻജിൻ റൂമിലുള്ളൊക്കെ നോക്കുമ്പോൾ കണ്ടോ ഫുള്ള് ചെളിയാണ് ഇതിനുള്ളിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്കൊന്ന് അഴിച്ചിട്ട് കഴുകുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് വാട്ടർ സർവീസ് ഈ കണ്ടീഷനിൽ തന്നെ ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ചെയ്ത് നിന്നോളും. കാരണം ഈ ഉള്ളിലായതുകൊണ്ട് നമുക്ക് പുറമേ നിന്നും ഒന്നും കാണാൻ പറ്റില്ല. കാരണം ഞാൻ ബോഡി കവറിങ് ഉള്ളത് കൊണ്ട് തന്നെ ഉള്ളിലത്തെ അവസ്ഥ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് അഴിക്കണ കൂട്ടത്തിൽ അത് ക്ലീൻ ചെയ്ത് വല്ല തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്ടർ സർവീസൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേ തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്തൊക്കെ പോകും. അതിവിടെയൊക്കെ തുരുമ്പുണ്ട്. പെയിൻറ്റ് ടച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ അതായിരിക്കും കുറേ കൂടി ബെറ്റർ. പിന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ബുഷ് സെറ്റ് ഫ്രണ്ടിലത്തെ കുഷൻ അസംബ്ലിയുടെ ബുഷൊക്കെ കംപ്ലയിൻ്റ് ആണ്. ഓൾറെഡി നമ്മൾ അഴിക്കുമ്പോൾ തന്നെ ചാടി പോകുന്നത്. പിന്നെ ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ്. അതിൻ്റെയും ഈ സസ്പെൻഷൻ്റെ ലിങ്ക് ബുഷുകളും കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ആ ബുഷ് സെറ്റ് ആരണ്ട് മാറ്റിയിടാം. ബ്രേക്ക് ലൈനർ ഫ്രണ്ടിലത്തെ കുഴപ്പമില്ല, നമുക്കത് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം. പിന്നെ സ്പീഡോമീറ്ററിൻ്റെ കേബിള്, ബ്രേക്കിൻ്റെ കേബിള്, ആക്സിലേറ്ററിൻ്റെ കേബിള് ഇതെല്ലാം തന്നെ കംപ്ലയിൻ്റാണ്. ഒക്കെ ടൈറ്റാണ്. അതേപോലെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിളും ടൈറ്റാണ്. അപ്പോൾ നമ്മൾ ആ ബ്രേക്ക് കേബിളുകൾ മാറ്റി റീസെറ്റ് ചെയ്തെടുക്കുക. മീറ്ററിൻ്റെ കേബിളും അതേപോലെ തന്നെ സ്വിച്ച് ഐറ്റംസൊക്കെ ടൈറ്റ് ഉണ്ട്. അത് ഞാൻ സെൽഫ് എടുക്കുന്നില്ല, ബ്രേക്ക് സ്വിച്ച് ടൈറ്റായി പോവുക. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നിലവിൽ കേട്ടോ. പിന്നെ എന്താ പറഞ്ഞാൽ ബാറ്ററിയൊക്കെ ഫുൾ ഡെഡാണ്, ഒട്ടും ചാർജ് ഇല്ലാത്തൊരവസ്ഥയാണ് ബാറ്ററി. അപ്പോൾ ബാറ്ററി അടക്കം ചേഞ്ച് ചെയ്താലാണ് നമുക്കത് സെൽഫിൻ്റെ കേസൊക്കെ പ്രോപ്പറായിട്ട് വർക്കിംഗ് ആക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഓൾറെഡി എഞ്ചിൻ ഓയിലൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് അത്യാവശ്യം റീപ്ലേസ് ചെയ്യേണ്ട പാർട്സുകളുടെ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. ഒന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറേണ്ടതായിട്ടുണ്ട്. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റ്, അതായത് ഈ ഫോം ടൈപ്പ് അത് മൊത്തം പൊടിഞ്ഞു പോയേക്കാണ്. അപ്പോൾ അതൊന്ന് മാറ്റി പുതിയതിടണം. പിന്നെ പ്ലഗ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എയർ ഫിൽറ്ററും പ്ലഗും മാറ്റേണ്ടതായിട്ടുണ്ട്. അതുപോലെ കാർബറേറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, സ്ലോ ജെറ്റ് മാറ്റിയിടണം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ബുഷ് സെറ്റുകൾ, ലിങ്കിൻ്റെ ബുഷ്, ഈ കോളറിൻ്റെ മറ്റേ ഷോക്കിൻ്റെ ഗ്രീൻ ബുഷുകൾ മാറ്റണം. ബാറ്ററി, ബ്രേക്ക് സ്വിച്ച് തുടങ്ങിയിട്ട് സെൽഫ്, ഇൻഡിക്കേറ്റർ, ഹോണൊക്കെ ലൂസ് കോണ്ടാക്റ്റിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ സ്വിച്ച് ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ബ്രേക്കിൻ്റെ കേബിളുകൾ,
ക്ലച്ച് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ക്ലച്ചൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യുക, ബുഷ് സെറ്റുകളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഓയിൽ സീൽ മാറ്റി ഒന്ന് ഗ്രീസ് ചെയ്തിടുക. പിന്നെ അതിവിടെ ഈ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഇവിടുത്തെ ഓയിൽ സീൽ ചെറിയൊരു നനവ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കൈയോടെ മാറ്റാം, ഗിയർ ഓയിൽ മാറ്റിയിടാം. ഇത്രയായിട്ടാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യാനുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ ഫുള്ളായിട്ട് അഴിച്ച് ഈ കണ്ടീഷനിൽ ഒന്ന് വാട്ടർ സർവീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം. ഇത്രയും കേസാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഈ എല്ലാ പാർട്സുകളുടെ ഇപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് എത്ര ചിലവ് വരും ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അടക്കം നോക്കിയിട്ട് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ. കാരണം റിപ്ലൈ കിട്ടിയാലാണ് നമുക്കതനുസരിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, അപ്രൂവൽ കിട്ടിയാലാണ് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. നോക്കിയിട്ടൊന്ന് കണ്ടു കഴിയുമ്പോൾ എന്തെങ്കിലും ഒന്നുകൂടെ വിളിക്കുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടാലും മതി. ഓക്കെ.